ഹാഡിയ സൂപ്പർ കിങ് സ്റ്റുഡൻസ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് നമ്മൾ മോക്ക് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ ബോർഡ് എക്സാമും കോമ്പറ്റേറ്റീവ് എക്സാമും ഒരുപോലെ പ്രിപ്പയർ ചെയ്ത് പോകുന്ന സമയത്ത്, ഇപ്പോൾ ബോർഡ് എക്സാം നിങ്ങൾ സ്റ്റേറ്റോ CBSE ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബോർഡ് എക്സാമിൻ്റെ ഒരു എക്സാമിനേഷൻ ചെയ്യുന്ന ഒരു പാറ്റേണും കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിൻ്റെ പാറ്റേണും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ നീറ്റ് ആണെങ്കിലും JEE ആണെങ്കിലും. ഇപ്പോൾ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ചാർജ് ആൻഡ് ഫീൽഡ്, ഇത് രണ്ടും കൂടെ ചേർന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പഠിച്ചു. നമ്മൾ എത്ര പഠിച്ചാലും ഇതിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു മോക്ക് എക്സാമിനേഷൻ എഴുതണം. മാത്രമല്ല, നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും അല്ലാതെ നമ്മളൊരു ഹോംവർക്ക് പോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈം ബേസിസിലല്ല പ്രോബ്ലം ചെയ്യുക, നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. പക്ഷേ കൃത്യമായ ടൈം ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ, ഇപ്പം 1 മിനിറ്റ് കൊണ്ടോ 1.5 മിനിറ്റ് കൊണ്ടോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. മാത്രമല്ല, അങ്ങനെ നമ്മളൊരു 1.5 മിനിറ്റ് കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ ഒരു 10ഓ 15ഓ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ 1 by 1 ആയിട്ട് സോൾവ് ചെയ്ത് പോകണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു, അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത കോൺസെപ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് ആയിരിക്കില്ല അടുത്തത്. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് റീകോൾ ചെയ്തു, അതിൻ്റെ ആൻസർ കിട്ടി. അടുത്ത ചോദ്യം മറ്റൊരു കോൺസെപ്റ്റാണ്. അങ്ങനെ നമുക്ക് 1 by 1 ആയിട്ട് കൺസെപ്റ്റുകൾ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന രൂപത്തിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ഒരു എക്സാമിനേഷൻ്റെ രൂപത്തിൽ എഴുതുമ്പോഴേ നമുക്ക് എത്രത്തോളം പഠിച്ചെടുത്ത കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും മോക്ക് എക്സാമിനേഷൻ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ ആ പഠിച്ച അത്രയും നോളജ് വെച്ചുകൊണ്ട് നിങ്ങൾ ആ എക്സാമിനേഷൻ എഴുതണം. പല കുട്ടികളും പറയാറുണ്ട്, ഞാൻ ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എക്സാമിനേഷൻ എഴുതുന്നില്ല. പക്ഷെ അത് തെറ്റായ പ്രവണതയാണ്. നമ്മൾ എത്ര പഠിച്ചാലും, ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് പഠിച്ചൊരു ഫീൽ കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ എക്സാമിനേഷൻ തീർച്ചയായിട്ടും എഴുതണം. എക്സാമിനേഷൻ എഴുതുമ്പോഴാണ് നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാവുക, നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുക. എക്സാമിനേഷൻ എഴുതി മാത്രമേ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഒരിക്കലും നിങ്ങൾ ഒരു മോക്ക് എക്സാം പോലും സില്ലി ആയിട്ട് കാണരുത്, സ്കിപ്പ് ചെയ്യരുത്. എല്ലാ മോക്ക് എക്സാമിനേഷനും എഴുതി അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.